ഇന്തോനേഷ്യയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ 17 മരണമാണ് ഉണ്ടായിരിക്കുന്നത്. തിങ്കളാഴ്ച ജാവയിൽ പെയ്ത കനത്ത മഴയെ തുടർന്നായിരുന്നു ഈ മഹാപ്രളയം ഉണ്ടായത്. ദുരന്തത്തിൽ 10 പേരെ കാണാതാവുകയും നിരവധി ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തതായി അധികൃതർ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. പെക്കലോങ്കൺ പ്രവേശിയിലെ 9 ഗ്രാമങ്ങളെ ദുരന്തം സാരമായി ബാധിച്ചു. നിർത്താതെ പെയ്യുന്ന മഴയിൽ നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് നിലവിലെ നിഗമനം. മണ്ണിടിച്ചിലുണ്ടായ പ്രദേശങ്ങളിൽ മണ്ണ് നീക്കിയുള്ള തിരച്ചിലാണ് പ്രധാനമായും നടക്കുന്നത്. തുടർച്ചയായി പെയ്യുന്ന മഴ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുവെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള മഴ രാജ്യത്ത് വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും വലിയ തോതിൽ കാരണമാകാറുമുണ്ട്. കഴിഞ്ഞ മാസം ജാവ ദ്വീപിലെ മലയോര ഗ്രാമങ്ങളിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 10 പേർ മരിക്കുകയും ചെയ്തിരുന്നു. ഇന്തോനേഷ്യയിലുണ്ടായ മിന്നൽ പ്രളയത്തിലാണ് 17 പേർ മരിച്ചത്. ജാവയിൽ തിങ്കളാഴ്ച പെയ്ത കനത്ത മഴയെ തുടർന്നുണ്ടായ ദുരന്തത്തിൽ 10 പേരെയാണ് കാണാതായത്. മാത്രമല്ല നിരവധി ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തതായി സൈനിക ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുകയുണ്ടായി. നിർത്താതെ മഴ പെയ്യുന്നതിനാൽ നദികൾ കരകവിയുകയാണ്. ഊർജിതമായ രക്ഷാപ്രവർത്തനം ദുരന്ത മേഖലയിൽ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും കാണാതായ 10 പേർക്കായി രക്ഷാപ്രവർത്തകർ തിരച്ചിൽ നടത്തുകയാണെന്നാണ് സർക്കാർ വെളിപ്പെടുത്തുന്നത്. പരിക്കേറ്റ 10 പേരെ രക്ഷപ്പെടുത്തുകയും അടുത്തുള്ള ആശുപത്രികളിലേക്ക് മാറ്റുകയും നിലവിൽ ചെയ്തിട്ടുണ്ട്. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. മണ്ണിടിച്ചിലുണ്ടായ പ്രദേശങ്ങളിൽ മണ്ണ് നീക്കിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ കൂടുതലും നടക്കുന്നത്. തുടർച്ചയായി പെയ്യുന്ന മഴ രക്ഷാപ്രവർത്തനത്തിന്റെ തടസ്സം വലിയ പ്രതിസന്ധികളാണ് സൃഷ്ടിക്കുന്നത്.